സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഓഗസ്റ്റ് 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ദിവസം അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ JDS കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി അത്ലറ്റ് കോച്ച് റെസിപ്പിയന്റ് ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡി ഹു പാസ്ഡ് അവേ ഓൺ 19th August 2021? 2021 ഓഗസ്റ്റ് 19 അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ പരിശീലകന്റെ പേര് എന്താണ്? OM നമ്പ്യാർ. 1985 ഇന്ത്യയിൽ ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് ജേതാവായ, അതേപോലെ തന്നെ ഈ വർഷം പത്മശ്രീ അവാർഡും നേടിയ, പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്ന PT ഉഷയുടെ കോച്ച് OM നമ്പ്യാർ 2021 ഓഗസ്റ്റ് 19 വടകര മാണിയൂരിലുള്ള വസതിയിൽ അന്തരിച്ചു. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ച അദ്ദേഹം 1955 മുതൽ 70 വരെ ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. DRDO has developed an advanced shaft technology to safeguard fighter aircraft of Indian Air Force from which threat? ഏത് ഭീഷണിയിൽ നിന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു നൂതന ഷാഫ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്? ഹോസ്റ്റൈൽ റഡാർ ത്രെഡ്സ്. ശത്രുപക്ഷത്തെ റഡാറിന്റെ ഭീഷണിയെ മറികടക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു നൂതന ഷാഫ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. ടെക്നോളജിയുടെ വളർച്ച കയറിവരുന്ന ഒരു സാഹചര്യത്തിൽ വിമാനങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ ഇൻഫ്രാറെഡ് റഡാർ ഭീഷണികൾക്കെതിരെ നിഷ്ക്രിയമായ ജാം സംവിധാനത്തിലൂടെ കൗണ്ടർ മെഷർ ഡിസ്പെൻസിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. യുദ്ധവിമാനങ്ങളെ ശത്രുതാപരമായ റഡാർ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നിർണായക പ്രതിരോധ സാങ്കേതികവിദ്യയാണ് ഷാഫ്. Which state has announced their sponsorship will continue for another 10 years for the Indian hockey team? ഇന്ത്യൻ ഹോക്കി ടീമിനെ 10 വർഷത്തേക്ക് അവരുടെ സ്പോൺസർഷിപ്പ് തുടരുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം? ഒഡീഷ. 2018 മുതൽ ഒഡീഷ സർക്കാർ ഇന്ത്യൻ ഹോക്കി ടീമുകളുടെ ഔദ്യോഗിക സ്പോൺസർ ആണ്. 2018 നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങിയ സഹാറ ഇന്ത്യ പിൻവാങ്ങിയതിനു ശേഷം 5 വർഷത്തേക്ക് പുരുഷ വനിതാ ടീമുകളെ സ്പോൺസർ ചെയ്യുന്നതിനായി ഹോക്കി ഇന്ത്യയുമായി 100 കോടി രൂപയുടെ കരാറിൽ ഒഡീഷ ഒപ്പുവെച്ചിരുന്നു. വീണ്ടും 2023 മുതൽ അടുത്ത 10 വർഷത്തേക്ക് ഒഡീഷ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സ്പോൺസർഷിപ്പ് തുടരുമെന്ന് പ്രഖ്യാപിച്ചു. In which sector Defence India Startup Challenge is meant to achieve self-reliance and foster innovation and technology development? ഏത് മേഖലയിലേക്കാണ് ഡിഫൻസ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ചലഞ്ച് സ്വാശ്രയത്വം കൈവരിക്കാനും നവീകരണവും സാങ്കേതികവിദ്യ വികസനവും പ്രോത്സാഹിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത്? ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് സെക്ടേഴ്സ്. ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് മേഖലയിലേക്ക് സ്വാശ്രയത്വം കൈവരിക്കാനും നവീകരണവും സാങ്കേതികവിദ്യ വികസനവും പ്രോത്സാഹിപ്പിക്കാനും ഉദ്ദേശിക്കുന്ന ഒന്നാണ് ഡിസ്ക്, ഡിഫൻസ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ചലഞ്ച്. ഇതിന്റെ 5ാമത്തെ വാർഷികമാണ് 2021 ഓഗസ്റ്റ് 19 ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തത്. Who owns the retail chain DMart which has entered the list of the world 100 richest people? ലോകത്തിലെ 100 ധനികരുടെ പട്ടികയിൽ പ്രവേശിച്ച ഡിമാർട്ട് എന്ന റീറ്റെയിൽ ശൃംഖല ആരുടേതാണ്? രാധാകൃഷ്ണൻ ദമാനി. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇദ്ദേഹം തുടക്കത്തിലെ ഷെയർ മാർക്കറ്റിലായിരുന്നു. പിന്നീട് അദ്ദേഹം ആരംഭിച്ച ഒന്നാണ് ഡിമാർട്ട് എന്ന പേരിലുള്ള റീറ്റെയിൽ സെഗ്മെന്റ്. ലോകത്തിലെ 100 ധനികരുടെ പട്ടികയിൽ ഇപ്പോൾ 98ാമത്തെ വ്യക്തിയാണ് രാധാകൃഷ്ണൻ ദമാനി. ഇന്ത്യയിൽ ഇദ്ദേഹത്തെ കൂടാതെ ഗൗതം അദാനി, മുകേഷ് അംബാനി,
പലോഞ്ചി മിസ്ട്രി, അസീം പ്രേംജി, ലക്ഷ്മി മിത്തൽ, ശിവ് നലാർ എന്നിവർ ഉൾപ്പെടുന്നു. Who has been elected as the President of the Institute of Economic Growth (IEG). ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? NK സിംഗ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്തിന് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ NK സിംഗ് ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഒരു സ്വയം ഭരണാധികാരമുള്ള വിപുലമായ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി സെന്ററാണ്. മികവിന്റെ കേന്ദ്രമായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഇത് സാമ്പത്തിക സാമൂഹിക വികസന മേഖലയിലെ ഇന്ത്യയിലെ മുൻനിര അക്കാദമിക് സ്ഥാപനങ്ങളിൽ ഒന്നാണ്. Who is the son of Lion of Panjshir requested the US for weapons to fight against the Taliban. താലിബാനെതിരെ പോരാടാൻ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് അമേരിക്കയോട് അഭ്യർത്ഥിച്ച പഞ്ച്ഷീർ സിംഹത്തിന്റെ മകൻ ആരാണ്? അഹമ്മദ് മസൂദ്. അഹമ്മദ് മസൂദിന്റെ പിതാവ് അഹമ്മദ് ഷാ മസൂദ് പഞ്ച്ഷീറിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. കാബൂളിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള താലിബാനെതിരെ 2001 കൊല്ലപ്പെടുന്നതുവരെ ശക്തമായ പ്രതിരോധം നയിച്ച വ്യക്തിയാണ്. 1979 89 ഇടയിൽ സോവിയറ്റ് അധിനിവേശത്തിനെതിരായ പ്രതിരോധ സമയത്ത് അദ്ദേഹം ഒരു ശക്തനായ ഗറില്ല കമാൻഡറായിരുന്നു. ഇപ്പോൾ അഹമ്മദ് മസൂദും അഫ്ഗാനിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിച്ച പ്രസിഡന്റ് അമറുള്ള സലേഹ് ഇവർ ഒരുമിച്ച് താലിബാനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് വേണ്ടി തീരുമാനിച്ചു. ഇത് അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങൾക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഇന്ന് ഓഗസ്റ്റ് 20 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷികം. 2004 സ്ഥാപിതമായ ഇന്ത്യൻ അക്ഷയ ഊർജ ദിവസവുമാണ് ഇന്ന്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.